മന്ത്രി ബിന്ദുവിന്റെ തലയിൽ ചൂട് പായസം കോരിയൊഴിച്ചു. UDFന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും ഗ്ലാമർ ഇനങ്ങളിൽ ഒന്നായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരമുള്ള സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക എന്നുള്ളത്. ജൂൺ 15-ാം തീയതി ഇത് നടപ്പിലാക്കുമെന്ന് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനമുണ്ടായി. എന്നാൽ UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് എല്ലാ KSRTC ബസ്സുകളിലും യാത്ര ഉണ്ടാകുമെന്നാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല. എല്ലാ KSRTC ബസ്സുകൾക്കും എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്നുള്ള തീരുമാനമായിരുന്നില്ല ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തത്. മുഖ്യമന്ത്രി അത് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി ഈ യാത്ര പരിമിതപ്പെടുത്തുന്നു എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി പറയുന്നത്. മാത്രമല്ല, വരുന്ന മന്ത്രിസഭാ യോഗങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുന്നു എങ്കിൽ അക്കാര്യം അറിയിക്കുകയും ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോട് വീണ്ടും സസ്പെൻസായി. എല്ലാ സ്ത്രീകൾക്കും എല്ലാ ബസ്സിലും യാത്ര ചെയ്യാനാകുമോ എന്നുള്ള സസ്പെൻസ് പൊളിച്ചുകൊണ്ട് രണ്ടാമതും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായി. ഓർഡിനറി ബസ്സിൽ മാത്രമേ ഉള്ളൂ. ഒരു 100 ദിവസത്തേക്കുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരമുള്ള പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര. അങ്ങനെ ജൂൺ 15-ാം തീയതി മുഖ്യമന്ത്രി വാക്കുപാലിച്ചിരിക്കുന്നു. ഇന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രി ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എല്ലാ സ്ത്രീകൾക്കും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന UDFന്റെ ഏറ്റവും ഗ്ലാമർ വാഗ്ദാനങ്ങളൊന്നായ സൗജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം എല്ലാ ജില്ലകളിലും അതത് ജനപ്രതിനിധികൾ, പ്രത്യേകിച്ചും UDFന്റെ ജനപ്രതിനിധികൾ ഈ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായി മന്ത്രിമാരും ഈ അവരുടെ ജില്ലകളിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഓർഡിനറി ബസ്സുകളിൽ കയറി സ്ത്രീ യാത്രയുടെ ഒപ്പം സഞ്ചരിക്കുകയും ചെയ്തു. അങ്ങനെ കൊല്ലം KSRTC ഡിപ്പോയിൽ നിന്നാണ് മന്ത്രി ബിന്ദു കൃഷ്ണ കയറിയത്. സൗജന്യ യാത്രയുടെ ഭാഗമായി ബിന്ദു കൃഷ്ണ KSRTC ബസ്സിൽ കയറി സീറ്റിലിരുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ബഹളം. എന്തായിരുന്നു ആ ബഹളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറകിൽ നിന്നും ആരോ ചൂട് പായസം ഈ മന്ത്രിയുടെ തലയിലേക്ക് എടുത്ത് ഒഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. പക്ഷേ അത് ഒഴിച്ചതല്ല, യാദൃച്ഛികമായി ആരുടെയോ കൈതട്ടി വീണതാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഒഴിച്ചതാണെങ്കിലും സ്വാഭാവികമായി വീണതാണെങ്കിലും മന്ത്രി ബിന്ദു കൃഷ്ണ ചാടി എഴുന്നേറ്റു, വെപ്രാളം കൊണ്ട് ചാടി എഴുന്നേറ്റു. കാരണം മനുഷ്യനല്ലേ, ഈ ചൂട് പായസം കോരി ഒഴിച്ചാൽ ആർക്കാണ് പൊള്ളാത്തത്? അങ്ങനെ മന്ത്രിയുടെ തലവഴി വീണ ഈ പായസം കൊണ്ട് മന്ത്രി ആകെ കുളിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കൂടെ ചെന്ന് ഈ ചുരിദാറിൻ്റെ ഷോളൊക്കെ കൊണ്ട് അത് തുടച്ചു കളഞ്ഞു. അങ്ങനെ ഒരുമാതിരി മന്ത്രിയെ സമാധാനിപ്പിച്ചിരുത്തി. ഇത് ഇപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇത് ഒഴിച്ചതാണോ ഒഴിപ്പിച്ചതാണോ എന്നുള്ളതാണ്. ഒഴിച്ചതാണെങ്കിൽ അത് കൃത്യമായി സ്വാഭാവികമായി നമുക്ക് അറിയാം. ഇത് പിന്നിൽ നിന്നും ഇങ്ങനെ വന്ന് വീഴുന്നതാണ്. കൃത്യമായി ബിന്ദുവിന്റെ തലയിലേക്ക് തന്നെ വന്ന് വീഴുകയാണ് ചെയ്തത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, അവിടെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൗജന്യ പായസ വിതരണം നടത്തുകയുണ്ടായി. ആ പായസ വിതരണം ബസ്സിലേക്ക് കൂടി നടത്തിയപ്പോഴാണ് ബിന്ദുവിന് ഇങ്ങനൊരു ദുരവസ്ഥ വന്നു ചേർന്നത്. ഇതാരെങ്കിലും ബിന്ദുവിന് എതിരായിട്ടുള്ള കോൺഗ്രസിലെ ആരെങ്കിലും പണി കൊടുത്തതാണോ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന് ഉള്ളിലെ അടക്കം പറച്ചിൽ. കാരണം ബിന്ദു കൃഷ്ണയ്ക്ക് എതിരായി നിരവധി ശത്രുക്കൾ കോൺഗ്രസിൽ ഉണ്ടാകുമല്ലോ. അങ്ങനെയാണല്ലോ കോൺഗ്രസിന്റെ ഒരു രീതി. ഗ്രൂപ്പുകളുടെ പുറത്ത് ഗ്രൂപ്പുകൾ, അങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു ചരിത്രം. ഇപ്പോൾ അങ്ങനെ പ്രകടമായ ഗ്രൂപ്പുകളൊന്നും ഇല്ലെങ്കിലും നേതാക്കൾക്ക് എതിരായി പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. നേതാവാൻ വേണ്ടി കിടന്ന് ഇടിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് അറിയാം. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് നമുക്കറിയാൻ കഴിയും. അങ്ങനെ ബിന്ദു കൃഷ്ണയോട് എതിരഭിപ്രായമുള്ള ആരെങ്കിലും ഈ ചൂടുപായസം കോരി മന്ത്രിയുടെ തലവഴി ഒഴിച്ചതാണോ എന്നുള്ള
ഒരു സംശയമാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കിടയിലുള്ളത്. പ്രത്യേകിച്ചും ബിന്ദു കൃഷ്ണയെ അനുകൂലിക്കുന്ന വിഭാഗത്തിന് ഉള്ളത്. ബിന്ദുവിന്റെ ശത്രുക്കൾ ആരെങ്കിലും ബോധപൂർവ്വം ചെയ്തതാണോ എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസ്സുകാർ നൽകുന്ന വിശദീകരണം അങ്ങനെ ബോധപൂർവ്വം കോരി ഒഴിച്ചതല്ല. ഈ പായസം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അറിയാതെ കൈതട്ടി മന്ത്രിയുടെ തലവഴി വീഴുകയായിരുന്നു. അല്ലാതെ അതിൽ ഗൂഢ ഉദ്ദേശങ്ങളൊന്നുമില്ല. മന്ത്രിയെ ഇങ്ങനെ പായസത്തിൽ കുളിപ്പിച്ച് നിർത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഉദ്ദേശമൊന്നുമില്ല. സ്വാഭാവികമായി സംഭവിച്ച ഒരു അബദ്ധമാണ് എന്ന നിലയിലാണ് യൂത്ത് കോൺഗ്രസിനെ വിശേഷിപ്പിക്കുന്നത്. എങ്കിൽ പോലും ചില ദോഷൈക ദൃക്കുകൾ ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ബിന്ദുവിനോട് ആരോ പ്രതികാരം ചെയ്തതാണ്, ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് പുറകിൽ നിന്നും ഈ ചൂട് പായസം വാരി തലവഴി ഒഴിച്ചതാണ് എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തു തന്നെ ആയാലും അനുഭവിക്കേണ്ടി വന്നത് ബിന്ദുവാണ്. കോരി ഒഴിച്ചതാണെങ്കിലും ഒഴിപ്പിച്ചതാണെങ്കിലും ഈ പൊള്ളിയത് മന്ത്രി ബിന്ദുവിനാണ്. എങ്കിലും അടുത്തു നിന്ന് പ്രവർത്തകർ ഉടൻ തന്നെ അതിന് ഇടപെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു. ഈ പായസമൊക്കെ തുടച്ചു കളഞ്ഞ് മന്ത്രിയെ നല്ല കുളിപ്പിച്ച് റെഡിയാക്കി മുഖത്തെ പായസമൊക്കെ മാറ്റി തലവഴിയുള്ള പായസമൊക്കെ തുടച്ചു മാറ്റി. ഏതായാലും ബിന്ദുവിനും ഇക്കാര്യത്തിൽ വലിയ പരാതിയൊന്നുമില്ല. അങ്ങനെ പോലീസ് കേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബിന്ദു അതിനൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി എന്ന നിലയിലാണ് കണ്ടിരിക്കുന്നത്. അവർക്ക് പരാതിയൊന്നും ഇതുവരെയായിട്ടും പോലീസിന്റെ പക്കൽ രജിസ്റ്റർ ചെയ്യുകയോ കേസെടുക്കുകയോ അങ്ങനെയുള്ള നടപടിയിലേക്കൊന്നും മന്ത്രി ബിന്ദു പോയില്ല. നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് മന്ത്രി പോയില്ല എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം. അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള നിലയിലാണ് ബിന്ദു കൃഷ്ണ ഈ ഒരു നടപടിയെ എടുത്തിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇന്ന് UDFന്റെ പ്രസ്റ്റീജ് പ്രശ്നമായിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്റ്റീജ് വാഗ്ദാനമായിട്ടുള്ള ഈ ഒരു പ്രിയദർശിനി സൗജന്യ യാത്ര KSRTC പദ്ധതി അവിടെ ഉദ്ഘാടനം, സംസ്ഥാനതല ഉദ്ഘാടനം തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യത്തെ യാത്ര, അതായത് ആദ്യത്തെ യാത്രയ്ക്ക് വളയം പിടിച്ചത് അല്ലെങ്കിൽ ആദ്യത്തെ യാത്രയ്ക്ക് വേണ്ടി ഡ്രൈവർ സീറ്റ് ഇരുന്നയാളെന്ന് പറയുന്നത് KSRTCയിലെ ആദ്യത്തെ വനിതാ ഡ്രൈവറായിരുന്ന പെരുമ്പാവൂർ ഡിപ്പോയിലെ ഷീലയാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിൻ്റെ ചരിത്രത്തെ ഭാഗമാക്കാനായി ഒരു നിയോഗിക്കപ്പെട്ടയാൾ എന്ന് വേണമെങ്കിൽ പറയാം. ഷീലയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ ഒരു പ്രിയദർശിനി സൗജന്യ യാത്രാ ബസ്സിലെ ആദ്യത്തെ ഡ്രൈവറായി വന്നത്. മന്ത്രി CP ജോൺ അടക്കമുള്ളവരുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ UDF പ്രഖ്യാപിച്ച അവരുടെ പ്രസ്റ്റീജ് വാഗ്ദാനമായിട്ടുള്ള പ്രിയദർശിനി യാത്ര തുടങ്ങുമ്പോൾ വലിയ ആശങ്കയാണ് ഇതിനെ എതിർക്കുന്നവർ പ്രകടിപ്പിക്കുന്നത്. കാരണം ഒരു ദിവസം 2 കോടിയോളം രൂപ ഈ ഇനത്തിൽ സൗജന്യ യാത്ര ഇനത്തിൽ KSRTCക്ക് നഷ്ടമുണ്ടാകുമെന്നാണ് വിമർശകർ പറയുന്നത്. അങ്ങനെ മാസം 65 കോടി മുതൽ 70 കോടി രൂപ വരെ ഏകദേശ കണക്കനുസരിച്ചാണെങ്കിൽ KSRTCക്ക് നഷ്ടമുണ്ടാകും ഈ സ്ത്രീകളുടെ സൗജന്യ യാത്ര പ്രകാരം. മാത്രമല്ല മാസം പെൻഷനും KSRTC കൊടുക്കുന്നുണ്ട്, ശമ്പളത്തിനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശമ്പളത്തിനും പെൻഷനുമായിട്ട് 12 കോടി രൂപ KSRTC കണ്ടെത്തുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ പറയുന്ന 65 കോടി മുതൽ 70 കോടി രൂപ വരെയുള്ള അധിക ബാധ്യത KSRTCക്ക് വഹിക്കേണ്ടി വന്നത്. KSRTC നമുക്കറിയാമല്ലോ, KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പിക്കുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ അധികമായിട്ടുള്ള ഒരു ചെലവ് ഇവിടെ വരുത്തി വെച്ചിരിക്കുന്നു എന്നുള്ള വിമർശനം ആദ്യം തന്നെ ഉയരുന്നു. സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് ജെൻഡർ ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിമർശനമാണ് ഉയരുന്നത്. സ്ത്രീകൾക്ക് മാത്രമായി ഇങ്ങനെ ഒരു സംവരണം നൽകുമ്പോൾ അവിടെ പുരുഷന്മാർ കാഴ്ചക്കാരായി നിൽക്കുന്നു. കേരളത്തിലെ മിക്ക സ്ത്രീകൾക്കും സ്വന്തമായി ജോലിയുള്ളവരാണ്. ഉയർന്ന വരുമാനത്തിലുള്ള സ്ത്രീകൾ പോലും KSRTCയെ ആശ്രയിക്കുമ്പോൾ, സൗജന്യ യാത്രയെ ആശ്രയിക്കുമ്പോൾ ഒരു കൂലിപ്പണിക്കാരനായിട്ടുള്ള ഒരു പുരുഷന് ഈ പറയുന്ന ടിക്കറ്റ് എടുത്ത് പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് മറ്റൊരു വിമർശനം. ഇനി ഒരു തുല്യനീതിയുടെ പ്രശ്നമാണ് മറ്റൊന്ന് വരുന്നത്. ഏറ്റവും കൂടുതൽ ഓർഡിനറി ബസ്സുകൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. 499ഓളം വരുന്ന ഓർഡിനറി ബസ്സുകളാണ് തിരുവനന്തപുരത്തുള്ളത്. അത്രയും ബസ്സുകൾ മറ്റ് ജില്ലകളില്ല. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഇതിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ വളരെ കുറച്ച് KSRTC ഓർഡിനറി ബസ്സുകളേ ഉള്ളൂ. അവിടെ നിന്നും ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. അങ്ങനെ നിരവധി വിമർശനങ്ങൾ ഈ ഒരു സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. എന്ത് തന്നെയായാലും സർക്കാർ അതിനെയൊക്കെ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൽ ഇന്ന് ഈ ഒരു KSRTC സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് മേല് നൊന്തത് പാവപ്പെട്ട മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കാണെന്ന് എന്ന് പറയേണ്ടി വരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.